ആ മെഷീൻ്റെ ഈ ക്രെയിന് ടോപ്പ് ക്രെയിൻ കേട്ടോ, 4 ചിറകൊക്കെ ഉള്ള സാധനമാണ്. എല്ലാ ഭാഗത്തും ടൈറ്റാക്കി 2 സ്റ്റെപ്പായിട്ടാണ്. ഒരു ഭാഗത്തേക്ക്, ഈ ഭാഗത്തേക്കാണ് സ്ലോപ്പ് വരിക റോഡിന്. അതുകൊണ്ട് തന്നെ ആ ഗാഡർ വെക്കുന്ന ആ ബോക്സ് ആണ് ഞങ്ങൾ 2 ഹൈറ്റിലായിട്ട് വന്നത്. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ, നമ്മുടെ കോഴിക്കോട് വികസനത്തിൻ്റെ ഭാഗമായി ചെറുവണ്ണൂർ വരുന്ന നമ്മുടെ 4 വരിപ്പാത, ഒറ്റ തൂണിലുള്ള 4 വരിപ്പാതയുടെ വർക്കിൻ്റെ കാഴ്ചകളാട്ടോ. അപ്പോൾ എല്ലാ കാഴ്ചകളും കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഏകദേശം ഞാൻ ഫ്ലൈ ഓവറിൻ്റെ സെൻറ്റർ ഭാഗത്താട്ടോ നിൽക്കുന്നത്. നമ്മൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോയിട്ടില്ല. വീഡിയോ ഇവിടെ തന്നെ അങ്ങനെ അവിടെ തുടങ്ങാം കേട്ടോ. ഇവിടെ സെൻറ്റർ ഭാഗത്ത് വരുമ്പോൾ ഇവിടെ പിയർ ക്യാപ്പുകളുടെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ വാർത്ത് കഴിഞ്ഞ് പൊളിച്ചിട്ടില്ല. ഈ ഭാഗത്തേക്ക് അതുപോലെ പിയർ ക്യാപ്പ് 1, 2, അതിൻ്റെ ഇടയിൽ ഒരു 1ൻ്റെ 2 വർക്കല്ല, 1ൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പിയർ അതാ വാർത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഗാഡറുകൾ 4 സ്പാനിൻ്റെ മുകളിൽ ഗാഡർ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഈ ഭാഗത്തും തുടങ്ങട്ടോ. ഇവിടെ ഗാഡറുകൾ പിയർ ക്യാപ്പിൻ്റെ മുകളിൽ വെച്ച് വാർക്കുന്ന വർക്ക് നമ്മൾ കാണാത്തൊരു കാഴ്ച കേട്ടോ. ഗാഡർ ഇതിൻ്റെ മുകളിൽ വെച്ച് വാർക്കുന്ന കാഴ്ച, അതെന്താ വർക്കെന്ന് പോയി നോക്കാം നമുക്ക് കേട്ടോ. തിരക്ക് കൂടിയ ഏരിയയിൽ അവർക്ക് അവരുടെ ഗാൻഡി ക്രെയിൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇവിടെ വെച്ചിട്ട് വാർക്കുന്ന, ഇതിൻ്റെ മുകളിൽ വെച്ച് വാർക്കുന്ന ഒരു വർക്ക്. യെസ്, ഗാഡർ ഇവിടെ വെച്ച് വാർക്കാട്ടോ. നമ്മൾ ഒരുപാട് വർക്ക് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഗാഡർ ഇതിൻ്റെ മുകളിൽ വെച്ച് വാർക്കണം ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ. അതായത് പൊളി പരിപാടിയാണല്ലോ. ഇതായിരുന്നു കേട്ടോ നമ്മുടെ ചെറുവണ്ണൂർ ജംഗ്ഷന്. ആ ജംഗ്ഷൻ ഈ ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞാൽ അടിയിൽ കൂടി റോഡുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. 4 വരിപ്പാത ഇതിൻ്റെ മുകളിലൂടെ അങ്ങോട്ട് പോകും. ഈ ഗാഡറൊക്കെ ഇവിടെ എടുത്ത് വെച്ച് വാർത്ത കേട്ടോ. 6 ഗാഡർ കേട്ടോ, ഒരു സ്പാനിൻ്റെ മുകളിൽ 6 ഗാഡർ. അതൊരു ഭാഗത്ത് എടുത്ത് വാർത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് അപ്രോച്ച് റോഡ് കേട്ടോ, അവിടെ നിന്ന് അങ്ങോട്ട് അപ്രോച്ച് റോഡാണ്. ഇനി ഇതിൻ്റെ ഇടയിലിതാ ഈ സെൻറ്റർ ഭാഗത്തും ഗാഡർ ഇതാ ഇവിടുന്ന് വാർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതിൻ്റെ അവർ അതിൻ്റെ അടിയിലുള്ള സെൻറ്ററിങ് പരിപാടികളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ആ ഭാഗത്തു നിന്ന് ഗാൻഡ്രി ക്രെയിനിൻ്റെ മുകളിൽ ഇങ്ങനെ എടുത്ത് വെക്കാൻ വേണ്ടി അപ്പുറത്തെ സൈഡ് വാർത്ത് വെക്കുന്നുണ്ട് തോന്നുന്നു. അത് നമുക്ക് അവിടെ പോയി നോക്കാം. ഏതായാലും 700 മീറ്റർ നീളം, 24 മീറ്റർ വീതിയിൽ വരുന്ന നമ്മുടെ ഈ ഫ്ലൈ ഓവർ അടിപൊളിയാട്ടോ. 24 മീറ്റർ ഫ്ലൈ ഓവറില്ല, മൊത്തത്തിൽ സർവീസ് റോഡ് അടക്കം 24 മീറ്റർ, 26 മീറ്റർ. എന്താ ബ്ലോക്ക് ഇവിടെ, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാട്ടോ. ഈ വർക്കൊന്ന് കഴിഞ്ഞാൽ ഈ ജംഗ്ഷനിലുള്ള തിരക്ക് ഒഴിവായി കിട്ടുള്ളൂ. അപ്പം ഇത് 14 പിയർ വരുന്നുണ്ട് കേട്ടോ. അവരിവിടെ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 12, 13, 14 ഓക്കെ. 14 പിയറിൽ 13 സ്പാന്, 13 6 എത്രയായി, 60, 78 ഗാഡറുകൾ വേണം. 78 ഗാഡറുകൾ ഓക്കെ. 78 ഗാഡറിൽ കുറേ ഗാഡർ അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി വാർക്കാണ്ട് ഇതൊക്കെ ഇവിടുന്ന് വെച്ച് വാർക്കുക, അവിടുന്ന് ക്യാൻഡി ക്രെയിനിൽ കൊണ്ട് കൊണ്ടുവരുന്ന സംഭവമൊക്കെ. അതിൻ്റെ ഇടയിൽ വേറൊരു വർക്ക് കണ്ടിട്ട് ഇവിടെ ഞാൻ പിയർ ക്യാപ്പ് വാർക്കൽ ഇതിൻ്റെ മുമ്പേ വന്നപ്പോൾ കണ്ടുകള്. പക്ഷേ ഇതിൻ്റെ സൈഡിൽ കണ്ടുകൾ ഹോൾസ് ഉണ്ടാവും. പ്രീ ട്രസ്സിങ് ടെക്നോളജി, അതായത് കേബിൾ ടൈറ്റാക്കുന്ന ആ പരിപാടി പിയർ ക്യാപ്പിൻ്റെ മുകളിൽ നമ്മൾ ആദ്യമായിട്ട് കാണാം കേട്ടോ. പിയർ ക്യാപ്പിൻ്റെ മുകളിലും കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എത്ര വർക്കുകളാണ് ആദ്യമായിട്ട് കാണുന്നത് അല്ലേ. ഞാൻ ആദ്യമായിട്ട് കാണണമെന്ന് തന്നെ പറയണമല്ലോ അല്ലേ. ഏതായാലും ഈ പിയർ ക്യാപ്പിൻ്റെ ഒരു തിക്നെസ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ സംശയം, ഇത് മതിയോ 4 വരിപ്പാതൻ്റെ ഇതിന്, അത് മതിയോ എന്ന് ഇങ്ങനെ ചിന്തിച്ചിരുന്നു കേട്ടോ. ഇതിപ്പം മുകളിലൂടെ 4 വരിപ്പാത, അതുപോലെ 4 വരിപ്പാതയ്ക്ക് 15 മീറ്റർ വീതി ഉണ്ടാവും. ബാക്കി മൊത്തത്തിൽ 27 മീറ്ററാണ് നമ്മുടെ ചെറുവണ്ണൂരത്തെ റോഡ്, മൊത്തത്തിൽ സർവീസ് റോഡ് അടക്കം വരുന്നത്. അപ്പോൾ ഒരു 6, 6, 12, 6 മീറ്റർ വീതി ഉണ്ടാവും സർവീസ് റോഡ്. ഒരു 6 അവിടെയും
12ഉം 15ഉം 27 മീറ്ററും ഒക്കെ 15 മീറ്റർ വീതി ഉണ്ടാവും. 3.5 മീറ്റർ മതി കേട്ടോ മാക്സിമം ഒരു ട്രാക്കിന്. ഇപ്പം 3.5 7 14. അപ്പം 3 തന്നെ അപ്രോച്ച് ഫുട്പാത്ത് ചിലപ്പം അതിനനുസരിച്ച് ഇവിടെ അടിയിൽ ചിലപ്പോൾ വീതി കുറേ ഉണ്ടാവും. 16 മീറ്റർ വീതി ഉണ്ടാവും ചിലപ്പോൾ മുകൾ ഭാഗം. 1 മീറ്റർ അവിടെ ഫുട്പാത്ത്, 1 മീറ്റർ ഇവിടെയും ഫുട്പാത്ത്. ഇവിടെയാണ് അപ്രോച്ച് റോഡിൻ്റെ വർക്കിന് ഫ്ലൈ ഓവർ ഈ തലക്കലും 2 തലഭാഗമായിട്ട് ഏകദേശം ഗാഡർ വെക്കൽ പരിപാടികളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി സെൻട്രൽ ഭാഗത്താണ് കാര്യമായിട്ടുള്ളത്. സർവീസ് റോഡിൽ ഡ്രെയിനേജുകളൊക്കെ അവിടെ സെറ്റാണ് കേട്ടോ. ഒരു ഭാഗത്തുനിന്ന് വർക്ക് ഫിനിഷ് ചെയ്ത് പോരുന്നുണ്ട്. 2 ഭാഗവും ഡ്രെയിനേജ് വർക്ക് അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സർവീസ് റോഡ് തൽക്കാലമൊക്കെ സെറ്റിലാണ് നിൽക്കുന്നത്. 2 മീറ്റർ വീതിയിലുള്ള ഡ്രെയിനേജ് വരുന്നുണ്ട്. അത് രണ്ട് ഗ്യാപ്പായിട്ടുണ്ടോ, 2 ഗ്യാപ്പായിട്ടാണ്. അതുപോലെ കേബിളുകൾ ഈ ഭാവിയിൽ നമ്മളെ കറണ്ട് ഒക്കെ അടിയിലൂടെ ആണല്ലോ, അപ്പം മുൻകൂട്ടിയൊക്കെ ചെയ്തു വെക്കുന്നുണ്ട്. അവിടെ ഗാഡർ നനയ്ക്കുന്ന ജോലികൾ. ഇത് ബെൻഡ് വളവുള്ള ബ്രിഡ്ജ് ആയതുകൊണ്ട് കേട്ടോ 2 സ്റ്റെപ്പായിട്ടാണ്. ഒരു ഭാഗത്തേക്ക്, ഈ ഭാഗത്തേക്കാണ് സ്ലോപ്പ് വരിക റോഡിന്. അതുകൊണ്ട് തന്നെ ആ ഗാഡർ വെക്കുന്ന ബോക്സ് കണ്ടങ്ങൾ 2 ഹൈറ്റിലായിട്ട് വന്നത്. അപ്പോൾ ആ സ്ലോപ്പ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരതിനനുസരിച്ച് ആ ബോക്സ് ഹൈറ്റ് കൂടിയത് ഇതായിട്ട് പറഞ്ഞാൽ അങ്ങനെ ഒരു ലെവലിൽ, ഒരു നൂൽ ലെവലായിരിക്കും അത്. ഊരാളുങ്ങളുടെ സംബന്ധിച്ച് ഒറ്റത്തൂണിലുള്ള 4 വരിപ്പാത എന്നൊക്കെ പറയുമ്പോൾ ഒരു സിമ്പിളാട്ടോ. ഒറ്റത്തൂണിലുള്ള 6 വരിപ്പാതയാണ് നമ്മുടെ കാസർഗോഡ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ 4 വരിപ്പാത എന്നൊക്കെ പറഞ്ഞത് സിമ്പിൾ ആൻഡ് ട്രംബിളായിരിക്കും. അവിടെ ഒരു പിയർ ക്യാപ്പ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീനൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. മുകളിൽ ജോലിക്കാരൊക്കെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. വൈബ്രേഷനൊക്കെ സെറ്റ്, അവരത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റായി നിൽക്കുന്നു. നമുക്ക് കാണാം കേട്ടോ. ഇവിടെ ഏത് സമയത്തും ബ്ലോക്ക് തന്നെയുള്ളൂ. നട്ടുച്ച സമയത്ത് പോലും ഇവിടെ ഒഴിവുണ്ടാവില്ല. കോൺക്രീറ്റ് കയറാൻ തുടങ്ങിയിട്ടില്ല. നമ്മുടെ KNRCL NH66 വർക്കിൽ KNRCLൻ്റെ കമ്പനീനെ പോലെ ആട്ടോ നമ്മുടെ ഊരാളുങ്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സാധനം എല്ലാത്തിനുള്ള മെഷീനറികൾ അവരുടെ കയ്യിൽ ഓക്കെയാണ്. ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറാനുള്ള ഒരു അവസരം കിട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ നല്ല ഫുള്ളായിട്ട് ഇങ്ങനെ കാണാമല്ലോ. ഒരു ഭാഗത്തു നിന്നൊരു ഭാഗം വരെ കാണാം. ഗാൻട്രി ക്രെയിനൊക്കെ അവിടെ റെസ്റ്റിലാണ്. ഗാഡറുകളൊക്കെ അവിടെ വാർക്കണുള്ളൂ കേട്ടോ. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് 1 2 3 4 5 6 ഒരു 6 എണ്ണം ഗാൻട്രി ക്രെയിൻ്റെ മുകളിൽ ട്രാക്ക് വെച്ച് ഇതിലെങ്ങനെ കൊണ്ടുവരാനുള്ള പരിപാടി ഉണ്ടാകും. അത് കഴിഞ്ഞ് മറ്റേ ഭാഗത്തുനിന്ന് ഗാഡർ അവിടുന്ന് വാർത്ത് വരികയുള്ളൂ. ഗാഡർ വലിയ ട്രക്കിൽ ഗാഡർ കൊണ്ടുവരിക, എടുത്തു വെക്കാന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ മുകളിൽ ഒന്നും നടക്കൂല കേട്ടോ. ഏത് രാത്രി പോലും ഇതിലൂടെ വാഹനത്തിരക്കല്ലായിരിക്കും. പഴയ NH അല്ലേ, NH66. ഇപ്പോഴും അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമ്മളെ പഴയ NH17 ഉള്ളത്, ആ 17 പിന്നീട് 66 മാറിയത്. ആ NH66 ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിലൂടെ അല്ലേ. അപ്പോൾ നമ്മുടെ ഈ റോഡ് NH എന്നുള്ള പേര് പോവുകയില്ലേ, അറിയാൻ വേണ്ടിയിട്ടാട്ടോ. അറിയാവുന്നവരൊന്ന് നല്ലൊരു കമൻറ്റ് ചെയ്താൽ കേട്ടോ. അല്ലെങ്കിൽ ഇത് NH എന്നുള്ള പേര് തന്നെ നിലനിൽക്കുമോ, NH66 എന്നുള്ള പേര് നിലനിൽക്കുമോ, അത് ബൈപ്പാസ് ലെവലിൽ നിൽക്കുമോ, എൻ്റെ ഒരു സംശയം. ഞാൻ ആരോടും അങ്ങനെ ചോദിക്കാമെന്നില്ല. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് അറിവുള്ള ആളുകളുണ്ട്. അവർ എന്തായാലും കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോൺക്രീറ്റ് തട്ടുന്ന കാഴ്ച ഒന്ന് കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ.
അവിടെ വണ്ടി കോൺക്രീറ്റിൻ്റെ വണ്ടി നിർത്തിടാൻ അതിൻ്റെ മുകളിൽ അവർ ഷീറ്റ് കെട്ടിയിട്ടിരിക്കണം. അതിൻ്റെ മെഷീൻ്റെ മുകളിലേക്ക് ഇനി മഴ ചെയ്യുമ്പോൾ വെള്ളമാവില്ലേ, പിന്നെ എന്തിനു വേണ്ടി കെട്ടിയാണത്? ഓഫീസർമാരൊക്കെ നടന്നു പോകുമ്പോൾ മേല് വെള്ളമാവാതിരിക്കാനൊക്കെ ആയിരിക്കും. നനയ്ക്കുന്ന സമയത്ത് അവർക്ക് നടക്കാനുള്ളൊരു ഗ്യാപ്പ് വേണ്ട, ഇതിന് വേണ്ടിയായിരിക്കും. മെഷീൻ്റെ ഈ ക്രെയിന് ടോപ്പ് ക്രെയിൻ കേട്ടോ, 4 ചിറകൊക്കെ ഉള്ള സാധനമാണ്. എല്ലാ ഭാഗത്തും ടൈറ്റാക്കി. കോൺക്രീറ്റ് എൻജിനീയർമാരൊക്കെ സംസാരത്തിലാണ്, ജോലിക്കാരിവിടെ റെസ്റ്റിലാണ്. ഗാൻട്രി ക്രെയിൻ്റെ അങ്ങോട്ടേക്കൊന്ന് സൂം ചെയ്ത് നോക്കിയാലോ. ആരെ തിരിഞ്ഞ് കളിക്കണ്ടേ നോക്കല്ലേ. ഓക്കെ അവരങ്ങനെ സംസാരിച്ചു കൊണ്ട് കേട്ടോ. കോൺക്രീറ്റ് പിന്നെ ചെയ്യുന്നത് പ്രത്യേകിച്ച് കാണാനില്ലല്ലോ. ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ പോയിട്ട് അതിലൂടെ നമ്മുടെ പിയർ ക്യാപ്പിൽ വന്ന് നിറഞ്ഞ് സംഭവം സെറ്റാക്കും. ഒരു വണ്ടി മതിയാവില്ല കേട്ടോ, രണ്ടാമതൊരു വണ്ടി കൂടി വേണ്ടി വരും. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ ചെറുവണ്ണൂർ ഭാഗത്തെ വിശേഷങ്ങൾ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.